മമതാ ബാനർജിക്ക് വീണ്ടും കനത്ത തിരിച്ചടി. തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാർ ബിജെപിയിൽ ചേരാനൊരുങ്ങുന്നു. പാർലമെന്റിൽ എൻഡിഎയുടെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ട് 20 എംപിമാർ ലോക്സഭാ സ്പീക്കർ കത്ത് നൽകി. ഓർക്കണം, 29 എംപിമാർ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് ലോക്സഭയിലുള്ളത്. അവരിൽ 20 പേരും ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ബിജെപിക്കൊപ്പം പോകണം എന്ന് തന്നെയാണ്. സുവേന്ദു അധികാരിയുമായും ബംഗാൾ മുഖ്യമന്ത്രിയുമായി ഇവർ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. ലോക്സഭയിൽ എംപിമാർ രാജിവെക്കുന്ന അടക്കമുള്ള വഴികൾ ചർച്ചയായെന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊരു രാജ്യസഭാ എംപിയും രാജിവെച്ചു എന്നുള്ള വിവരം രാവിലെ പുറത്തു വന്നിരുന്നു. ടി ജി സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സൈത്ത്, വലിയ തിരിച്ചടിയാണ്, കനത്ത തിരിച്ചടിയാണ്. നേരത്തെ ഇപ്പോൾ പാർലമെന്ററി പാർട്ടിയിലേക്കും ഇത്തരത്തിലുള്ള വിമനീക്കം വരുന്നു എന്ന് പറയുമ്പോൾ അത് മമതയ്ക്കുണ്ടാക്കുന്ന സമ്മർദ്ദം ഒട്ടും ചെറുതല്ല. രഞ്ജിത്ത്, അസാധാരണ പ്രതിസന്ധിയാണ് തൃണമൂൽ കോൺഗ്രസിൽ. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ തിരിച്ചടിക്ക് ഒന്നുകൂടി ശക്തി പകരുന്നതാണ് പുതിയ നീക്കം. പാർലമെന്റിലും വിമത നീക്കം ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. ഇന്നത് സാധ്യമാകുന്നു എന്നതാണ് സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 29 എംപിമാരിൽ 28 പേരാണ് നിലവിലുള്ള. അതിൽ 20 പേരും തങ്ങൾക്കൊപ്പമുണ്ട് എന്നതാണ് വിമത നേതൃത്വത്തിൻ്റെ അവകാശവാദം. കക്കോലി ഘോഷിൻ്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങളാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. അവർ പാർട്ടി അംഗത്വം രാജിവെച്ചുകൊണ്ട് നൽകുന്ന കത്താണ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഗുരുതരമായ ആരോപണമാണ് പാർട്ടിക്കെതിരെ അവർ ഉന്നയിക്കുന്നത്. തുടർച്ചയായ ആരോപണങ്ങൾ നേരിടുന്നു. വലിയ തരത്തിലുള്ള അഴിമതിയാണ് ഉണ്ടായത്. ബംഗാളിലെ തോൽവി തങ്ങൾ അംഗീകരിക്കുന്നു. ഇനി തങ്ങൾ ബിജെപിക്കൊപ്പം എന്നതാണ്. ഓം ബിർള, ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയ കത്തിൽ അവർ അവകാശപ്പെടുന്നത് എൻഡിഎ ചേരിയുടെ ഭാഗമായി തങ്ങളെ പരിഗണിക്കണമെന്ന വാദം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത്. അസാധാരണമായ പ്രതിസന്ധി ബംഗാളിലെ തോൽവിക്ക് പിന്നാലെ പാർലമെന്റിലേക്കും വരുന്നു എന്നതാണ്. ദേശീയ തലത്തിൽ മമതയുടെ മുഖം ഇന്ത്യ മുന്നണിക്ക് കരുത്ത് പകരുന്നത് ലോക്സഭയിൽ അവരുടെ പ്രാതിനിധ്യം കൂടിയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും വിമത നീക്കത്തിലൂടെ മറുകണ്ഠം ചാടുന്നു എന്ന അസാധാരണ സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. ഇന്ന് ഡൽഹിയിൽ മമതാ ബാനർജി ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരമൊരു വിമത നീക്കം ഉണ്ടായത് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. മമതാ ബാനർജി ഡൽഹിയിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ആവുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ ഒരുപക്ഷെ ആ രീതിയിലും ഉണ്ടായേക്കാം. ഇതിനിടയിൽ ബംഗാളിൽ മറ്റൊരു നീക്കം, നിയമനീക്കത്തിന് കൂടി തൃണമൂൽ കോൺഗ്രസ് തുടക്കമിടുകയാണ്. തങ്ങളുടെ പാർട്ടി നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഋതുപ്രതാപ് ബാനർജിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകിയതിനെതിരെ സ്പീക്കർക്കെതിരെ നിയമ നടപടിക്കാണ് നീക്കം. കൊൽക്കത്ത ഹൈക്കോടതിയിൽ അവർ ഹർജി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനെ നിയമപരമായി നേരിടാൻ തൃണമൂൽ ഒരുങ്ങുന്നു. അതേസമയം രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണ് മമതാ ബാനർജിക്ക് മുന്നിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.